നമ്മുടെ എല്ലാവരുടെയും ഫോണ് ഇപ്പോൾ ചില സമയങ്ങളൊക്കെ അനാവശ്യമായി ചൂടാവാറുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആ ഓവറായിട്ട് ചൂടാവുക എന്നുള്ളൊരു പ്രശ്നം നിങ്ങളുടെ ഫോണിന് ഉള്ളതുകൊണ്ടാണ് നിങ്ങളും ഈ വീഡിയോ കാണുന്നതെന്ന് കരുതുന്നു. ഈ വീഡിയോ മുഴുവനായി കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്ഡേറ്റ് യുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നോളജി മേഖലയിലെ ഏറ്റവും പുത്തൻ അറിവുകൾ ഏറ്റവും ആദ്യം നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം തൊട്ട് വലതുഭാഗത്തായി കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. നമ്മളെ ഫോൺ അനാവശ്യമായി ചൂടാകുന്നതും അതുവഴി കേടായി പോകുന്നതും തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇതിലാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫോണ് എല്ലാവരും കവർ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ബാക്ക് കവർ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഫോണ് വർക്കിംഗ് സമയത്ത് പ്രോസസ്സർ വർക്കാവുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഭാഗത്ത് താരതമ്യേന കൂടിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം നടക്കുമ്പോൾ ആ ചൂട് അന്തരീക്ഷത്തിലേക്ക് മിക്സായിട്ട് നമ്മുടെ ചൂട് ബാലൻസ് ആവേണ്ടതാണ്. എന്നാൽ നമ്മൾ ബാക്ക് കവർ ഉപയോഗിക്കുമ്പോൾ ആ ചൂട് അവിടെ തന്നെ കെട്ടിക്കിടക്കപ്പെടുകയും അതുവഴി ഫോണിന് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് കവർ മാക്സിമം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി ഒന്നാമത്തെ കാര്യം അത്. ഇനി നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഈ ബാക്ക് കവർ ഒഴിവാക്കുന്നതോടുകൂടി നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം, ഫോണിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും പല സാഹചര്യങ്ങളുമായിട്ട്. അത് ഇടയ്ക്കിടെ നമ്മുടെ ഒരു പ്രത്യേക ടൈം ഇൻ്റർവെല്ലിൽ അത് ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. സാധാരണയായിട്ട് സ്പൈ ആപ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഫോണിൽ അനാവശ്യമായിട്ട് ചൂട് കൂടുതലായിട്ട് വരാറുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമുക്ക് ആ സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തേത്, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർജറുകൾ, അത് നമ്മുടെ ഫോണിൻ്റെ തന്നെ ഒറിജിനൽ ചാർജറുകളായിരിക്കണം എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവഴി നമുക്ക് ഫോണിൻ്റെ അനാവശ്യമായ ബാറ്ററി ഡ്രെയിനേജും ഫോണിൻ്റെ അനാവശ്യമായ ചൂടാവലുകളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ ഫോണ് കിടക്കുമ്പോൾ കൂടുതൽ നമ്മളെല്ലാവരും കിടക്കുമ്പോൾ ഫോൺ ചാർജിനിട്ടിട്ടാണ് കിടക്കാറുള്ളത്. രാവിലെ ആകുമ്പോഴത്തേക്കും ചാർജ് ആകുമല്ലോ എന്നൊരു ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ. എന്നാൽ നമ്മുടെ ഫോണ് ഇപ്പോൾ കണ്ടുവരുന്ന എല്ലാ ഫോണുകളിലും ഒരു മാക്സിമം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ മുഴുവൻ സമയം ചാർജ് ഫുള്ളാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. എന്നാൽ നമ്മൾ 8-9 മണിക്കൂർ ഈ ഫോണ് ഉറങ്ങുന്ന സമയത്ത് ചാർജിനിടുമ്പോൾ ഫോണ് ഫുൾ ചാർജ് ആയതിനു ശേഷം അൺവാണ്ടഡ് ആയിട്ടുള്ള ചാർജിങ് ഉണ്ടാവുകയും അതുവഴി ഫോണിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരികയും ഫോണിന് അതുവഴി തന്നെ മറ്റു രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇനി ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഫയിലും അല്ലെങ്കിൽ ബെഡിലും ഒക്കെ ഫോൺ ഡാമേജ് ആകണ്ടെന്ന് കരുതി അവിടെയൊക്കെയാണ് ചാർജിന് ഇട്ട് വെക്കാറുള്ളത്. എന്നാൽ അത് തീർത്തും തെറ്റായ ഒരു രീതിയാണ്. അതുവഴി ഫോണിലുണ്ടാകുന്ന ചാർജ് ഈ ബെഡിലേക്കും സോഫയിലേക്കും ആഗിരണം ചെയ്യുകയും അത് അവിടെ തന്നെ ഒരു ചൂടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തടയുന്നതിനായിട്ട് നമ്മൾ ഫോൺ കുറച്ച് റഫായിട്ടുള്ള പ്രതലത്തിൽ ചാർജിനിടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫോണ് നമ്മൾ ചാർജിനിടുമ്പോൾ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലാതെ വെറുതെ വെക്കുമ്പോഴോ മറ്റോ അധികം ചൂടുള്ളതോ അധികം തണുപ്പുള്ളതോ ആയ സ്ഥലത്തോ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മീഡിയമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലുള്ള സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഫോണിന് അതുമായി ബന്ധപ്പെട്ട അനന്തരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട്, നമ്മുടെ ഫോണിൽ എല്ലാവരും ഗെയിം കളിക്കാറുണ്ട്, ലൈവ് സ്ട്രീം വീഡിയോകളൊക്കെ കാണാറുണ്ട്, ഇൻ്റർനെറ്റ് ഒരുപാട് സമയം ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ഗെയിമുകളും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗമൊക്കെ തുടർച്ചയായിട്ടുള്ള ഇത്തരം
ആവശ്യങ്ങൾക്കുള്ള ഉപയോഗം കുറച്ചാൽ ഫോണിൻ്റെ ചൂടാവൽ ഒരു പരിധി വരെ കുറക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഫോണ് ചാർജിനിടുമ്പോൾ ശരിയായ രീതിയിൽ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോണ് ഒരിക്കലും മുഴുവനായി ചാർജ് തീർന്ന് എംപ്റ്റി ആയ ശേഷം ചാർജിന് ഇടേണ്ട ഒരു സാഹചര്യം കഴിവതും ഒഴിവാക്കുക. അത്തരം സാഹചര്യങ്ങളിൽ ബാറ്ററി ഡ്രെയിനേജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഒരു 90% വരെയൊക്കെ ചാർജ് ഒരു സമയം ചെയ്യാവുള്ളൂ. മാക്സിമം 100 ചെയ്താൽ, കുറേ സമയം ചെയ്താൽ ബാറ്ററി അത് മോശമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോഴുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മുടെ സ്ക്രീനിലേക്ക് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഫോണിനെ മോശമായിട്ട് ബാധിക്കും. അത് ഫോണിൻ്റെ അനാവശ്യമായിട്ടുള്ള ചൂട് കൂടലിന് കാരണമാവും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഫോണിൽ ഒരുപാട് റീസെൻ്റ് ആപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കിയാൽ ഫോണിൽ ഉണ്ടാവും. ചിലത് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അത്തരം ആപ്ലിക്കേഷൻസ് പല ഫോണുകളിലും പല രീതിയിലാണ് ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അത്തരം ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലാത്തത് ക്ലോസ് ചെയ്ത് കളയുക. ഇനി ഇക്കാര്യം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോൺ അനാവശ്യമായി ചൂടാവുന്നത് തടയാൻ കഴിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. നന്ദി.